ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് നോക്കുന്നത്, അതായത് ഹിസ്റ്ററിയിൽ വരുന്ന നവോത്ഥാന നായകന്മാർ എന്ന ടോപ്പിക്കാണ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നത് കേരളത്തിൻ്റെയാണ്. കേരളത്തിൽ ഇത്തിരി വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിപ്പോൾ ഒരാളെ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണനെ കുറിച്ച് പറയുമ്പോൾ ആൾ ജനിച്ചത് 1896 ഓഗസ്റ്റ് 20 ജനിച്ചത്. മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1928 സെപ്റ്റംബർ 21 നമ്മളെ ശിവഗിരി ആശ്രമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയൽവാരം ചെമ്പഴന്തി തിരുവനന്തപുരമാണ്. മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ആൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പഴയകാല പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു കാളിയമ്മ. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളായിരുന്നു നാണു ആശാൻ, പെരിയസ്വാമി എന്നൊക്കെ. അതുപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവായിരുന്നു. അപ്പോൾ എന്താണ്, 1856 ഓഗസ്റ്റ് 20 ജനിച്ചു. 1928 സെപ്റ്റംബർ 21 മരിച്ചു. മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി കുട്ടിയമ്മയുടെ മകനായിട്ട് ജനിച്ചു. ശ്രീനാരായണ ഗുരു എന്നുള്ള പേര്. അപ്പോൾ നാരായണൻ എന്നായിരുന്നു പഴയ പേര്. ഭാര്യ കാളിയമ്മ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ, രാമൻ പിള്ള ആശാൻ, കൃഷ്ണൻ വൈദ്യർ, തൈക്കാട് അയ്യ. ആരൊക്കെയാണ്? കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ, രാമൻ പിള്ള പിന്നെന്താ കൃഷ്ണൻ വൈദ്യർ, തൈക്കാട് അയ്യ. നമുക്ക് പിന്നെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അദ്ദേഹം അത് എവിടെ വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വൈതാശ്രമം, ആലുവയിലുള്ള അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന നടത്തിയത്. അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം സാഹോദര്യം സർവത്ര, എല്ലായിടത്തും സഹോദര്യം, ഓം സാഹോദര്യം സർവത്ര എന്നതാണ് അതിൻ്റെ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം. ഇനി അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട്. എവിടെയാണ്? കളവൻകോട് കേട്ടോ. അതിന് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഒരു പ്രധാന സ്ഥലമാണ് ഉല്ലക്ക. എവിടെ? കോട്ടയത്തുള്ള വെച്ചൂർ എന്നുള്ള സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ആ ഒരു എന്താണ് പറയുക, തീമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഈ പറഞ്ഞ നമ്മൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അതിനൊരു യോഗക്ഷേമ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അരുവിപ്പുറം ക്ഷേത്രയോഗം. അതായത് വാവൂട്ടി യോഗം എന്ന് നടന്നത് 1898 1898 നമ്മൾ ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ഇത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 അവിടെ ക്ഷേത്രം പണിതത് 1887. അതായത് 87 ക്ഷേത്രം പണിച്ചു, 1887 ക്ഷേത്രം പണിയുന്നത് 1888 അവിടെ ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇനി ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. ഇനി തിരുവിതാംകൂർ സർക്കാർ അദ്ദേഹത്തിനെ സാമൂഹ്യ പരിഷ്കർത്താവും ആചാര്യനുമായിട്ട് പ്രഖ്യാപിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1901. ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് ഇയേഴ്സാണ്. 1901. അപ്പം എന്താണ്, അരുവിപ്പുറം ക്ഷേത്രം പണിതത് 1887, അതിൽ ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. വാവൂട്ടി യോഗം അഥവാ അരുവിപ്പുറം ക്ഷേത്രയോഗം നടന്നത് 1898. മറ്റേത് 80 ആയിരുന്നു, 98. ശിവഗിരി മഠം 1904. പിന്നെ തിരുവിതാംകൂർ സർക്കാർ ആചാര്യനായും സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ടും ശ്രീനാരായണ ഗുരുവിനെ പ്രഖ്യാപിച്ചത് 1901. പിന്നെ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം അത് 1908 കേട്ടോ. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം നടത്തിയത് 1908. ഇനി അദ്ദേഹത്തിന് നാഷണൽ സെയിൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1911. നാഷണൽ സെയിൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 1911. പിന്നെ ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് 1912. അദ്വൈതാശ്രമം 1913. അപ്പം എന്താണ്, 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം പണിതു, 88 പ്രതിഷ്ഠിച്ചു. പിന്നെയോ നമ്മൾ 90 എന്തായിരുന്നു പ്രത്യേകത? 1890 എന്തായിരുന്നു പ്രത്യേകത? യോഗക്ഷേമം, വാവൂട്ടി യോഗം, ക്ഷേത്രയോഗം നടന്നത്. പിന്നെയോ തിരുവിതാംകൂർ അദ്ദേഹത്തിന് ആചാര്യനായിട്ട് പ്രഖ്യാപിച്ചത് 1901. പിന്നെ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ 1908.
പിന്നെയോ ശിവഗിരി ആശ്രമം 1904 നാഷണൽ സെയിൻ്റ് ആയിട്ട് 1911, ശാരദ പ്രതിഷ്ഠ നടത്തിയത് 1912, അദ്വൈതാശ്രമം 1913. പിന്നെ അടുത്തത് അദ്ദേഹം പുലയ വിദ്യാർത്ഥികൾക്കായിട്ട് മിശ്രഭോജനം നടത്തി. അത് 1915. 1915. അതുപോലെ തന്നെ ആലുവയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചു. ചെന്നൈയിൽ കാഞ്ചീപുരത്ത് നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ചു. അത് രണ്ടും 1916. എന്തൊക്കെയാണ്? ആലുവയിൽ സംസ്കൃത സ്കൂളും അതുപോലെ തന്നെ ചെന്നൈ കാഞ്ചീപുരത്ത് നാരായണ സേവാ ആശ്രമവും 1916. പിന്നെ നമ്മൾ തൃശ്ശൂർ കാരമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ, അത് 1920. നിലവിളക്ക് പ്രതിഷ്ഠ കാരമുക്കിൽ തൃശ്ശൂർ 1920. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ആലുവയിലെ സർവ്വമത സമ്മേളനം, അത് 1924. അതിലാണ് അദ്ദേഹം പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്ന പ്രസ്താവന നടത്തിയത്. എവിടെയാണ്? നമ്മൾ ഈ 1924 ആലുവയിലെ സർവ്വമത സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി അതിൻ്റെ ആ സർവ്വമത സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന ടി സദാശിവം അയ്യർ ആയിരുന്നു. ടി സദാശിവം അയ്യർ. അടുത്തത് നമ്മൾ പറഞ്ഞു തൃശ്ശൂർ കാരമുകിൽ നിലവിളക്ക് പ്രതിഷ്ഠ നടത്തി. അടുത്തത് വിളക്കമ്പൽ എന്ന സ്ഥലത്ത് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു ഗുരു. നമ്മൾ SNDPയുടെ മെയിൻ ആളായിരുന്നു, നമുക്കറിയാമല്ലോ. SNDPയുടെ ആജീവനാന്തകാല പ്രസിഡൻ്റായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ ഗുരു അവസാനമായി പങ്കെടുത്ത SNDP യോഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1927. 1927. അത് പള്ളുരുത്തിയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്താൻ പോയപ്പോഴാണ് അദ്ദേഹം അവസാനമായിട്ട് SNDPയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇനി ഗുരുവിൻ്റെ ആദ്യ ശിഷ്യനായിരുന്നു ആര്? ശിവലിംഗദാസ സ്വാമികൾ. ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ. ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധാനന്ദ സ്വാമികളാണ്. ആരാണ് ആത്മീയ പിൻഗാമി? ബോധാനന്ദ സ്വാമികൾ. ഈ ബോധാനന്ദ സ്വാമികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മളുടെ എഴുത്തുകാരിയായിട്ടുള്ള സുഗതകുമാരിയുടെ അച്ഛനാണ് ഈ ബോധാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. ഈ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ ആരായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥൻ്റെ ശരിക്കുള്ള പേര് ആനന്ദ ഷേണായി എന്നാണ് കേട്ടോ. ആനന്ദ ഷേണായി. വിദേശീയനായ ശിഷ്യൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏണസ്റ്റ് ക്ലർക്കാണ്. ആരാണ്? ഏണസ്റ്റ് ക്ലർക്ക്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ, ആത്മീയ പിൻഗാമി ബോധാനന്ദ സ്വാമികൾ, നമ്മളെ സുഗതകുമാരിയുടെ അച്ഛൻ. ഗുരുവിൻ്റെ അവസാന ശിഷ്യനാണ് ആനന്ദ തീർത്ഥൻ. ആളുടെ ശരിക്കുള്ള പേരാണ് എന്ത്? ആനന്ദ ഷേണായി എന്നുള്ളത്. പിന്നെ വിദേശീയനായ ശിഷ്യനാണ് ഏണസ്റ്റ് ക്ലാർക്ക്. ഇനി ഗുരുവിന് കുറച്ച് പേരായിട്ട് കണ്ടുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അതാണ് നോക്കാനുള്ളത്. അതും ഇടയ്ക്ക് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഗുരുവും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടലാണ് കേട്ടോ. അവർ തമ്മിൽ അണ്ണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് 1882. ഇതിൽ കുറച്ച് വർഷങ്ങൾ കൂടുതലുണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് റിപ്പീറ്റായിട്ട് പഠിച്ചാൽ തന്നെ അത് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണ്? ഗുരുവും ചട്ടമ്പി സ്വാമിയും അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് 1882. അടുത്തതാണ് കുമാരനാശാൻ. കുമാരനാശാൻ എവിടെ വെച്ചാൽ കായിക്കരയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കാണുന്നത്. അത് 1891. അപ്പോൾ ചട്ടമ്പി സ്വാമി 1882, കുമാരനാശാൻ 1891. പിന്നെ അയ്യങ്കാളി ബാലരാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് 1912. അയ്യങ്കാളി ബാലരാമപുരം 1912. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി. ചട്ടമ്പി സ്വാമി 1882, കുമാരനാശൻ 1891, അയ്യങ്കാളി 1912. അടുത്താണ് രമണ മഹർഷി. രമണ മഹർഷി 1916. രമണ മഹർഷി എന്നാണ് 1916 തിരുവണ്ണാമല എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ രവീന്ദ്രനാഥ ടാഗോർ 1922. അദ്ദേഹം ശിവഗിരിയിൽ വെച്ചിട്ടാണ് നമ്മളെ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. പിന്നെ CF ആൻഡ്രൂസ്. CF ആൻഡ്രൂസിന് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അത് അറിയപ്പെടുന്ന ഒരു പേരാണ് ദീനബന്ധു. എന്താണ്? ദീനബന്ധു എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇതുപോലെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒപ്പം വന്നപ്പോൾ ശിവഗിരിയിൽ വന്നപ്പോഴാണ് CF ആൻഡ്രൂസ് ആരെ കാണുന്നത്? നമ്മളെ ഗുരുവിനെ കാണുന്നത്. അതപ്പോൾ കൊല്ലം ഏതായിരിക്കും? 1922 തന്നെയാണ്. അടുത്താണ് ഗാന്ധിജി കാണുന്നത് ശിവഗിരിയിൽ വെച്ച് തന്നെയാണ്. അത് 1925. 1925. ഇനി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു C രാജഗോപാലാചാരി, ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. ആരാണ്? C രാജഗോപാലാചാരി, ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ്.
അദ്ദേഹവും 1925 ശിവഗിരിയിൽ വെച്ചിട്ട് ഗാന്ധിജിയുടെ ഒപ്പമാണ് ആരെ കാണുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആരൊക്കെ പറഞ്ഞു? ചട്ടമ്പി സ്വാമികൾ 1882, കുമാരനാശൻ 1891, അയ്യങ്കാളി 1912, രമണ മഹർഷി 1916, രവീന്ദ്രനാഥ് ടാഗോർ 1922. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതായിരുന്നു CF ആൻഡ്രോസ്. പിന്നെ ഗാന്ധിജി 1925, ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് C രാജഗോപാലാചാരി. ഓക്കെ, ഇനി അടുത്തത് രചനകൾ നോക്കാം. അതായത് അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രചനയാണ് ഇത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇനി ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിനെ കാണാൻ വന്നത് നമ്മൾ 1882 പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം ചട്ടമ്പി സ്വാമിക്ക് ഒരു കൃതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൃതിയാണ് നവമഞ്ചരി. ഏതാണ്? നവമഞ്ചരി. ഇനി നമുക്കൊരു പ്രസിദ്ധമായിട്ടുള്ള കോട്ടിങ് അറിയാലോ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ആ വരിയുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആത്മോപദേശ ശതകത്തിലാണ്. ഏതാണ്? ആത്മോപദേശ ശതകം. പിന്നെ നമ്മൾ ഈ 2014 100ാം വാർഷിക ആഘോഷ കൃതി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവദശകമാണ്. ദൈവദശകം 2014. ഓക്കെ, 24 അല്ല, 14 100ാം വാർഷികം. ഇനി തിരുക്കുറൽ. തിരുക്കുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു മൊഴിമാറ്റം നടത്തിയ കൃതിയാണ് തിരുക്കുറൽ. പിന്നെ ഒഴിവിലൊടുക്കം, പിന്നെ അതുപോലെ തന്നെ ഈശോവ്യാസോപനിഷത്ത്. ഈ 2 കൃതികളും വിവർത്തനം ചെയ്ത കൃതികളാണ്. ഈ ഒഴിവിലൊടുക്കവും അതുപോലെ തന്നെ ഈശോവ്യാസോപനിഷത്തും വിവർത്തനം ചെയ്തതാണ്. ഓക്കെ, അടുത്താണ് ജാതി മീമാംസ. ജാതി ചോദിക്കരുത്, പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജാതി മീമാംസ, ജാതി ചോദിക്കരുത്, പറയരുത്. പിന്നെ ജാതി നിർണയം, ജാതി ലക്ഷണം, നിർവൃതി പഞ്ചകം. അത് സംസ്കൃതത്തിൽ എഴുതിയ കൃതിയാണ് കേട്ടോ. നിർവൃതി പഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈത ദീപിക, ദർശനമാല, കുണ്ടലിനി പാട്ട്, ചിദംബരാഷ്ടകം, അതും സംസ്കൃതമാണ്. അപ്പം നിർവൃതി പഞ്ചകമുണ്ട്, ചിദംബരാഷ്ടകവും സംസ്കൃതത്തിൽ തന്നെയാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ എന്താ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ കുറേ നവോത്ഥാന നായകന്മാർ പഠിക്കും. അപ്പോൾ അവർക്കും ഇതുപോലത്തെ രചനകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഓടുവൻ തിരഞ്ഞെടുക്കാനായിട്ടായിരിക്കും മിക്കതും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കറിയാം അദ്ദേഹം ശരിക്കും ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോഴാണ് കുറേ പ്രതിമകളൊക്കെ ഉണ്ടാകുക. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ അദ്ദേഹത്തിനാണ് സ്ഥാപിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രതിമകളാണ് ഏറ്റവും കൂടുതൽ സ്ഥാപിക്കപ്പെട്ടിരുന്നത് കേട്ടോ. പിന്നെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി ഏതാണ്? കന്നേറ്റിക്കായൽ. എവിടെയാണ്? കന്നേറ്റിക്കായലിൽ. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് ആണെങ്കിൽ കുമരകം. അപ്പം എന്താണ്? ട്രോഫി വള്ളംകളി, ശ്രീനാരായണ ട്രോഫി വള്ളംകളി ആണെങ്കിൽ കന്നേറ്റിക്കായലും, ബോട്ട് റേസ് ആണെന്നുണ്ടെങ്കിൽ കുമരകത്തോണം. ഇനി താലുകെട്ടി കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനമാണ് പരവൂർ സമ്മേളനം. ഓക്കെ, ഏതാണ്? താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനമായിരുന്നു പരവൂർ സമ്മേളനം. അപ്പോൾ ഗുരുവിനെ കുറിച്ചുള്ള ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് കുറച്ച് നേരത്തെ പറഞ്ഞത് ഗുരു രചിച്ച കൃതികളായിരുന്നു. ഇനി ഗുരുവിനെ കുറിച്ച് മറ്റുള്ളവർ രചിച്ച കൃതികളുണ്ട്. ഗുരു അതൊരു നോവലാണ്. അത് K. സുരേന്ദ്രനാണ് എഴുതിയത്. നാരായണ ഗുരുസ്വാമി AK സാനു. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന് പറഞ്ഞത് ആരായിരുന്നു? KP അപ്പൻ. ഇനി ഇദ്ദേഹം ശ്രീലങ്ക 2 തവണയാണ് സന്ദർശിച്ചത്. ആദ്യം 1918 രണ്ടാമത് 1926. ഓക്കെ, 1928 അദ്ദേഹം മരിച്ചത്. അപ്പോൾ 1916 പോയിട്ടുണ്ട്, 1926 പോയിട്ടുണ്ട്. ഇനി ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളത്തടം ഗുഹ എന്ന് പറയും. പിള്ളത്തടം ഗുഹ കന്യാകുമാരി മരുത്വാമലയിലുള്ളതാണ് കേട്ടോ സ്ഥലം. ഇനി ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് G. ശങ്കരക്കുറുപ്പ്. ആരാണ്? G. ശങ്കരക്കുറുപ്പ്. പിന്നെയോ ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിനോടുള്ള ആദരവ് കാരണം RBI 5 രൂപ കോയിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടൊരു സംഘടന, അതേതാ? SNDP. SNDP സ്ഥാപിതമായത് 1903 മെയ് 15. ഓക്കെ, അതിൻ്റെ ആസ്ഥാനം കൊല്ലാണ്. ഇതിൻ്റെ മുൻഗാമി വാവൂട്ട് യോഗം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്ത്? ഒരു അരുവിപ്പുറത്ത് ക്ഷേത്രയോഗം നടന്നു, അതായിരുന്നു വാവൂട്ട് യോഗം. അതെന്നാ നടന്നിരുന്നത് നമ്മൾ പറഞ്ഞ 1898 എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, 1898 എന്ന് പറഞ്ഞു. അതാണ് വാവൂട്ട് യോഗം. അപ്പോൾ ഈ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് വാവൂട്ട് യോഗം. ഓക്കെ, ഇനി SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റാണ് ആര്? ശ്രീനാരായണ ഗുരു. സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമാരനാശാനാണ്. ആദ്യ വൈസ് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പൽപ്പു.
ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു, ആജീവനാന്ത പ്രസിഡന്റ് മാറ്റില്ല, അതാരായിരുന്നു? ശ്രീനാരായണ ഗുരു. സെക്രട്ടറി കുമാരനാശാൻ, ആദ്യ വൈസ് പ്രസിഡന്റ് വെച്ച് ഡോക്ടർ പൽപ്പു. ഇനി ഇതിൻ്റെ മുഖപത്രം, പണ്ടത്തെ മുഖപത്രത്തിൻ്റെ പേരായിരുന്നു വിവേകോദയം. 1904 ഇറങ്ങി തുടങ്ങിയത് കേട്ടോ. അതിൻ്റെ സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമാരനാശാനാണ്. പിന്നെയോ ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടിരുന്നതാണ് വിവേകോദയം. ഇപ്പോഴത്തെ മുഖപത്രമാണ് ഇത് യോഗനാഥം. 2010 ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊരു ഫിലിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യുഗപുരുഷൻ. അത് സംവിധാനം ചെയ്തേക്കുന്നത് ആർ ശ്രീകുമാറാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1856 ജനിച്ചു, 1927 മരിച്ചു. ജന്മഗൃഹമായിരുന്നു വയൽവാരം ചെമ്പഴന്തി. മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു. ഭാര്യയുടെ പേര് കാളിയമ്മ എന്നായിരുന്നു, പഴയ പേര് നാരായണൻ. പെരിയസ്വാമി, നാണുവാശാൻ എന്ന പേരുകളിൽ അറിയപ്പെട്ടു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. പിന്നെയോ ഗുരുക്കളുടെ പേരുകളായിരുന്നു ആരൊക്കെ? കണ്ണങ്കര മുത്തപ്പിള്ള, രാമൻപിള്ള, കൃഷ്ണൻ വൈദ്യൻ, തൈക്കാടയ്യ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര. ഇനി എന്താണ്? കണ്ണാടി പ്രതിഷ്ഠ അവിടെ നടത്തിയ കളവൻകോടാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രധാന സ്ഥലമായിരുന്നു ഏത്? ഉല്ലഖ, വെച്ചൂര്, കോട്ടയത്ത് വെച്ചിട്ട്. കണ്ണാടി പ്രതിഷ്ഠയുടെ മുന്നോട്ട് വെച്ച തത്വം എന്താണ്? അഹം ബ്രഹ്മാസ്മി. അരുവിപ്പുറം ക്ഷേത്രയോഗം അത് 1898 വാവൂട്ടി യോഗം. ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. അവിടെ ക്ഷേത്രം പണിതത് 1887. ശിവഗിരി മഠം 1904. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ആചാര്യനായി പ്രഖ്യാപിച്ചത് 1901. തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം 1908. പിന്നെ നാഷണൽ സെയിൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 1911. ശാരദാ പ്രതിഷ്ഠ, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ 1912. അദ്വൈതാശ്രമം 1913. പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്രഭോജനം 1915. 16 2 കാര്യങ്ങളുണ്ടായിരുന്നുള്ള ഏതൊക്കെയായിരുന്നു? ആലുവയിൽ സംസ്കൃത സ്കൂളും ചെന്നൈയിൽ കാഞ്ചീപുരത്ത് നാരായണ സേവയും. പിന്നെയോ 20 തൃശ്ശൂർ കാലമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ. പിന്നെ 1924 ആലുവയിൽ സർവമത സമ്മേളനം. അവിടെയാണ് എന്ന് പറയുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഉള്ളതാണെന്ന് പറഞ്ഞു. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായെന്ന് വെച്ചാൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ടി സദാശിവം അയ്യരായിരുന്നു. പിന്നെയോ വിളക്കമ്പലത്ത് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തി. പിന്നെ ഗുരു അവസാനമായിട്ട് പങ്കെടുത്ത SNDP യോഗം 1927. ഗുരു എന്നാ മരിച്ചത്? 1928 സെപ്റ്റംബർ 21 മരിച്ചത്. അപ്പോൾ അവസാനമായിട്ട് പങ്കെടുത്ത SNDP യോഗം 1927. അത് പള്ളുരുത്തിയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്താൻ വന്നപ്പോഴാണ്. ഗുരുവിന് ആദ്യ ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. ആത്മീയ പിൻഗാമി ബോധാനന്ദ സ്വാമികൾ, നമ്മളെ സുഗതകുമാരിയുടെ അച്ഛൻ. ഗുരുവിൻ്റെ അവസാന ശിഷ്യനായിരുന്നു ആനന്ദ തീർത്ഥൻ അഥവാ ആനന്ദ ഷേണായി. വിദേശീയനായ ശിഷ്യനായിരുന്നു ഏണസ്റ്റ് ക്ലർക്ക്. ഇനി ചട്ടമ്പി സ്വാമിയായിട്ട് കണ്ടുപിടിച്ചത് 82. കുമാരനാശനായിട്ട് 1991. അയ്യങ്കാളി ആയിട്ട് 1912. രമണ മഹർഷി 1916. രവീന്ദ്രനാഥ് ടാഗോർ 1922. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതായിരുന്നു ആര്? CF ആൻഡ്രൂസ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്താണ്? ദീനബന്ധു എന്നറിയപ്പെടുന്നു. പിന്നെ ഗാന്ധിജി 1925. ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആരായിരുന്നു? C രാജഗോപാലാചാരി. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. കൃതികൾ പറഞ്ഞു. ഗജേന്ദ്രമോക്ഷം, നവപഞ്ചമി. നവപഞ്ചമിയുടെ പ്രത്യേകത എന്തായിരുന്നു? ചട്ടമ്പി സ്വാമിക്ക് സമർപ്പിച്ച കൃതിയായിരുന്നു. ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രചനയായിരുന്നു. ഓക്കെ, പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് എവിടെ പറഞ്ഞു? മഹാരാഷ്ട്ര നവി മുംബൈയിലാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കഞ്ഞേറ്റിക്കായൽ, ബോട്ട് റേസ് കുമരകം, കല്യാണം താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ എവിടെ വെച്ചിട്ടാണ്? പരവൂർ വെച്ചിട്ട്. പിന്നെ ഗുരു എന്നുള്ള നോവൽ എഴുതിയത് K. സുരേന്ദ്രൻ. നാരായണ ഗുരു സ്വാമി AK സാനു. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു KP അപ്പൻ. ഇനി അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചത് 1916 1918 1926 ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചിട്ടായിരുന്നു? പിള്ളത്തടം ഗുഹയിൽ വെച്ചിട്ടാണ്. കന്യാകുമാരി മരുത്വാമലയിലുള്ളതാണ്. ഗുരുവിൻ്റെ രണ്ടാം ബുദ്ധൻ എന്ന് പറഞ്ഞത് ആരായിരുന്നു? G. ശങ്കരക്കുറുപ്പ്. ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയായിരുന്നു ആര്?
ശ്രീനാരായണ ഗുരു. പിന്നെ RBI 5 രൂപയുടെ ഒരു കോയിൻ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് SNDP 1903 മെയ് 15 കൊല്ല ആസ്ഥാനായിട്ട് മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗം. ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, സെക്രട്ടറി കുമാരനാശാൻ, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു, മുഖപത്രം പണ്ടത്തെ വിവേകോദയം 1904 സ്ഥാപിച്ചതാരായിരുന്നു? കുമാരനാശാൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം തന്നെയാണ്. ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. ആൻഡ് പിന്നെ ഫിലിം. ഓക്കെ, ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.